എനിക്ക് തോന്നുന്നത് അതൊരിടത്തിയേട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോൾ എല്ലാവരും കൂടെ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളിൽ. ഞാൻ അംഗമല്ല എങ്കിലും ഞാനും കൂടെ ഒരു സ്ഥാപക അംഗമായ ഒരു സംഘടനയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടാവും. ആ വിഷമം ഞാൻ പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ബലിയാടല്ലേ ഈ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മൗനം കാരണം. അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ നിൽക്കേണ്ടി വരുമല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. ഞാനത് ഈ സംഘടന തുടങ്ങി 94 തുടങ്ങി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 94, 3, 97 തോന്നുന്നു. അന്ന് കൂടിയ ജനറൽ ബോഡിയിൽ ഞാൻ, മഹേഷ്, ഇടവേള ബാബു, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി യുവ തുർക്കികൾ എന്നും പറഞ്ഞ്, തിരുത്തൽവാദികൾ എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഫ്രണ്ട് പേജിൽ മധുസാറായിരുന്നു അന്ന് പ്രസിഡൻ്റായിട്ട് വന്നത്. അങ്ങനെ വന്നതാണ്. അതൊരു കാലം, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ തിരുത്തൽവാദം എന്നുള്ള സംഭവമല്ല, ശരിപക്ഷവാദം എന്നൊരു ഒരു എന്താ പറയുക ആശയമാണ് ഞാൻ ആ സംഘടനയ്ക്ക് നേരെ ഉയർത്തിയിട്ടുള്ളത്. അവർ എന്നോട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ് അതിനകത്തൊരംഗം എന്നെ, ഷമ്മി തിലകനെ പോലെയുള്ള പ്രതിപക്ഷം ഈ സംഘത്തിൽ വന്നെങ്കിൽ മാത്രമേ, ഈ സംഘടനയിൽ വന്നെങ്കിൽ മാത്രമേ ഈ സംഘടന നന്നാകുള്ളൂ എന്നന്ന് പറഞ്ഞു 2018. അന്ന് ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ പ്രതിപക്ഷമല്ല, പ്രതിപക്ഷം. പ്രതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, പ്രതിസ്ഥാനം, അങ്ങനൊരു സ്ഥാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പ്രതിപക്ഷമല്ല, ശരിപക്ഷമാണെന്ന് ഞാൻ അന്ന് പ്രസ്താവിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ശരി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പുറത്താകേണ്ടി വന്നു. വേണ്ട സമയത്ത് തിരുത്തൽ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ എത്തില്ലായിരുന്നു എന്നാണ്. അല്ല, അത് പറയേണ്ട കാര്യമില്ലല്ലോ സാർ. നമ്മൾ തെറ്റ് ആര് ചെയ്താലും, ഇപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇന്ന ആണെന്നൊന്നുമില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആ സംഘടനയിൽ ഞാൻ ശബ്ദമുയർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്താനല്ല നോക്കേണ്ടത്. നമ്മളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ കണ്ണാടി നോക്കി നമ്മളെ അറിയുക. അതാണ് അവിടുത്തെ കുഴപ്പം. അല്ലാതെ ഞാനൊരു ജാതിയിൽ കൂടിയ ആളാണെന്നോ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു സംഘടനയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതാണ് അതിനകത്തെ കുഴപ്പം.